നമസ്കാരം. ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു സത്യം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും നമ്മളെല്ലാവരും അറിയേണ്ട ഒരു സത്യമാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും കൃത്യമായി അതിനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അവർക്ക് ചില അജണ്ടകളുണ്ട്. കേരള മാധ്യമങ്ങൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് ചില അജണ്ടകളുണ്ട്. അവരുടെ ആവശ്യമുള്ള വാർത്തകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തുള്ളൂ. ഈ വാർത്ത, ഇപ്പോൾ ഈ കാണുന്ന ചിത്രം, ഇതിൻ്റെ വാർത്ത എനിക്കൊന്നും പലർക്കും അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഈ ചിത്രം ഞാൻ മറ്റൊരു ചിത്രമായിട്ട് കണക്ട് ചെയ്ത് കാണിക്കാം. ആ ചിത്രത്തിനും ഈ ചിത്രത്തിനും ബന്ധമുണ്ട്. അതിന് ഈ ചിത്രമായിട്ടും ബന്ധമുണ്ട്. ഇതെല്ലാം ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ചിത്രമായിട്ടും ബന്ധമുണ്ട്. എന്താണ് ബന്ധം എന്ന് നോക്കാം. നമ്മൾ ഈ കാണുന്ന ചിത്രത്തിൽ ഒരു കുട്ടി, പേരക്കുട്ടി അപ്പൂപ്പന് തലപ്പാവ് കെട്ടിക്കൊടുക്കുന്നതാണ്. എന്താണ് ഇത്ര വലിയ ഒരു വാർത്തയാവാൻ ഈ ചിത്രത്തിന് സാധിച്ചത്? എങ്ങനെയാണ് അത് ഒരു വലിയൊരു വാർത്തയായത്? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഈ കുട്ടി, ഈ 10ാം തലമുറക്കാരൻ, ഈ 10ാം തലമുറ എന്ന് പറയുന്നത് എവിടെ നിന്നെങ്കിലും ഒരു തലമുറ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലയോ? സൂര്യവംശം എന്നുള്ള ഒരു വംശത്തിൻ്റെ അംഗമാണ്, അവരുടെ കുടുംബം എന്ന് പറയാം. അതിൻ്റെ അംഗമായിട്ടുള്ള 10ാം തലമുറക്കാരൻ. എന്തിന് 10ാം തലമുറക്കാരൻ? ഏകദേശം 1528 അയോധ്യ എന്നുള്ള ക്ഷേത്രം പൊളിക്കപ്പെടുന്നതും ബീർ നഖ്മി എന്നുള്ള ബാബറിൻ്റെ ലെഫ്റ്റനൻറ്റ് ജനറൽ ആയിട്ടുള്ള പട്ടാളക്കാരൻ്റെ നേതൃത്വത്തിൽ അമ്പലം പൊളിക്കപ്പെടുകയും അവിടെ ബാബർ പള്ളി പണിയുകയും ചെയ്യുന്നത്. അന്ന് ആ കുടുംബത്തിലെ മുതിർന്നവർ എടുത്ത, ഇവരുടെ പൂർവികരെടുത്ത ഒരു ശപഥമാണ്, ഞങ്ങൾ ഇനി മേലാൽ തലപ്പാവ് വയ്ക്കില്ല, ഈ ക്ഷേത്രം പണിയാതെ, തിരിച്ചു പണിയാതെ, പുനരുദ്ധാരണം നടത്തും, ക്ഷേത്രം തിരിച്ചു കൊണ്ടുവരാതെ ഞങ്ങൾ തലപ്പാവ് കെട്ടില്ല, ചെരുപ്പിടില്ല, ലെതർ ചെരുപ്പിടില്ല, കുട ചൂടില്ല. ഇങ്ങനെ 3 ശപഥങ്ങൾ എടുക്കുന്നു. വർഷങ്ങൾ നീണ്ടുന്ന പോരാട്ടങ്ങൾ, അതിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവരുടെ കുടുംബത്തിൽ നിന്ന്, ഇവരുടെ കുടുംബക്ഷേത്രം തകർക്കപ്പെട്ടപ്പോൾ, ഇതൊരു കുടുംബക്ഷേത്രമായിരുന്നു യഥാർത്ഥത്തിൽ. അയോധ്യ സൂര്യവംശികളായിട്ടുള്ളവർ, അവരുടെ പൂർവികരായിട്ടുള്ള രാമൻ്റെ പേരിൽ, അവരുടെ പൂർവികരായിട്ടുള്ള രാമന് വേണ്ടിയുള്ള ഒരു ക്ഷേത്രം, അല്ലെങ്കിൽ രാമൻ ജനിച്ച സ്ഥലത്തിൽ, രാമൻ്റെ ജന്മസ്ഥലം, രാമൻ്റെ കൊട്ടാരം ഇരുന്ന സ്ഥലത്ത് അതൊരു ഭാവിയിൽ അതെന്ത് ചെയ്തു, സ്മാരകമാവുകയും അതൊരു ക്ഷേത്രമായി മാറുകയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ പൂർവികരുടെ ആ ക്ഷേത്ര സമ്പത്തിനെ അവർക്ക് സംരക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ അത്രയും കഠിനമായ ഒരു ശപഥം എടുക്കുന്നത്. അങ്ങനെ ഈ പോരാട്ടം തുടർന്നുകൊണ്ട് ഏകദേശം 500 വർഷം നീണ്ടുന്ന പോരാട്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സമയത്ത് 1980-കളിൽ 1528 ശേഷം പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 500 വർഷമൊക്കെ ആവാറായപ്പം 1980-കളിലാണ് സംഘപരിവാർ, ഇന്നിവിടെ നമ്മുടെ എല്ലാവരും, ഇവിടെ കേരളത്തിലുള്ളവർ പറയുന്നത് സംഘപരിവാറിൻ്റെ സൃഷ്ടിയാണ്. പക്ഷെ അങ്ങനെയല്ല. 500 വർഷം നീണ്ട പോരാട്ടത്തെ സംഘപരിവാർ ഏറ്റെടുക്കുന്നത് 1980-കളിലാണ്. 10 വർഷം 1992 കർസേവകർ വന്നിട്ട് അത് പൊളിക്കുകയും ആ പ്രശ്നം അവിടെ പരിഹരിക്കാനുള്ള ആഗ്രഹത്തോടെ അത് പൊളിച്ചു കളയുകയും അവിടെ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള അവകാശവാദം, ഈ കുടുംബത്തിൻ്റെ അവകാശവാദത്തിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനുവേണ്ടിയുള്ള എല്ലാ പോരാട്ടങ്ങളിലും പങ്കാളിയാവുകയും നിയമപരമായിട്ടും ഒക്കെ പങ്കാളിയാവുകയും ചെയ്തു. അതിനുശേഷം 2024 ഈ ക്ഷേത്രം പണിയപ്പെടുകയും പ്രതിഷ്ഠ ചടങ്ങ് നടക്കുകയും ചെയ്തപ്പോഴാണ് ഈ കുടുംബത്തിലുള്ളവർ തലപ്പാവ് കെട്ടിയത്. അതിൻ്റെ ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സൂര്യവംശിയായിട്ടുള്ള ഇന്നിവർ ഠാക്കൂർമാരാണ് അറിയപ്പെടുന്നത്. ഇവിടെ ജാതി പേരെന്ന് പറയുന്നത് രജപുത്രന്മാരാണ്, ഠാക്കൂർമാരാണ്. അതാണ് ഇവിടുത്തെ ഈ വടക്കേ ഇന്ത്യയിൽ അവരറിയപ്പെടുന്ന ജാതി പേര്. ഇവരുടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അയോധ്യ സംരക്ഷിക്കേണ്ട ബാധ്യത. യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു കുടുംബക്ഷേത്രമാണ്. അപ്പം അത് പറ്റാത്തത് കൊണ്ടാണ് അവർ ഇത്രയും ശപഥമെടുത്തതും. അന്ന് ജനുവരി 22-ാം തീയതി 8ാം തലമുറക്കാരനായിട്ടുള്ള ഈ മുത്തച്ഛന് അന്ന് ശപഥമെടുത്ത ആളുടെ അവിടെ നിന്ന് ആ ശപഥമെടുത്ത, അന്ന് അമ്പലം പൊളിക്കപ്പെട്ട് പള്ളി പണിഞ്ഞപ്പോൾ ശപഥമെടുത്ത ആ ആളുടെ 10ാം തലമുറക്കാരനായിട്ടുള്ള ആളാണ് ഈ മുത്തച്ഛനായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 8ാം തലമുറക്കാരനാണ് ഇരിക്കുന്നത്. 10ാം തലമുറക്കാരനെ കൊച്ചുമോൻ, 8ാം തലമുറക്കാരനായിട്ടുള്ള ശബ്ദമെടുത്ത ആളുടെ 8ാം തലമുറക്കാരനായ ഈ മുത്തച്ഛൻ്റെ തലയിൽ, ഇന്നത്തെ കാരണവരാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ തലപ്പാവ് കിട്ടുന്നതാണ് ഈ ചിത്രം. ഈ ചരിത്രം എത്ര പേർക്കറിയാം? ഈ ചിത്രം ഇതിനു മുമ്പ് എത്ര പേര് കണ്ടിട്ടുണ്ട്? സൂര്യവംശം എന്നിട്ടുള്ള ഈ വംശത്തെക്കുറിച്ചും
ഇവരുടെ ത്യാഗത്തെക്കുറിച്ചും ഇവരുടെ പോരാട്ടങ്ങളെക്കുറിച്ചും 500 വർഷം നീണ്ടു നിന്ന പോരാട്ടം, ലക്ഷക്കണക്കിന് കുടുംബത്തിൽ നിന്ന് ഇവരുടെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ട ചരിത്രം നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? നമ്മളോട് ആരെങ്കിലും പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മളെ പരസ്പരം തല്ലിക്കുക, ഭിന്നിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രം പ്രചരിപ്പിച്ച കുറേ അയോധ്യ വാർത്തകൾ മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മുടെ ഒരു ലോ കോളേജിലെ സ്റ്റുഡൻറ്റിന് എന്തോ ഒരു സമരം ഈയിടയ്ക്ക് ഞാൻ കണ്ടു. വളരെ വികാരപരമായിട്ട് പള്ളി പൊളിച്ചതിനെക്കുറിച്ച് പറയുന്നു. പക്ഷേ പള്ളി പൊളിച്ച വികാരം, 1992 പൊളിച്ച പള്ളിക്ക് വേണ്ടി ഇത്രയും വികാരം ഇന്നത്തെ കുട്ടികൾ കാണിക്കുമ്പോൾ 500 വർഷമായിട്ട് ഇവരുടെ പോരാട്ടത്തിൻ്റെ പുറകിൽ എത്രത്തോളം വികാരവും എത്രത്തോളം ആത്മാവും അതിനകത്തുണ്ടെന്ന് ചിന്തിച്ചു നോക്കുക. ഈ പോരാട്ടം ആണ് 2024 അവസാനിക്കപ്പെട്ടത്. കൃത്യമായും അമ്പലത്തിന് വേണ്ടി കൃത്യമായ സ്ഥലം കൊടുക്കുകയും അവിടെ അമ്പലം പണിയുകയും ചെയ്തു. അതൊരു വാശിയല്ല. കാരണം രാമൻ്റെ ജന്മസ്ഥലമായിട്ട് മാർക്ക് ചെയ്യപ്പെട്ട സ്ഥലവും രാമൻ ജനിച്ചിരുന്നത്, അതായത് രാമൻ്റെ കൊട്ടാരം അവിടെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമായതുകൊണ്ടാണ് അവിടെ തന്നെ അമ്പലം പണിയണമെന്നുള്ള ഒരിത് വന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്രമായതുകൊണ്ടാണ്. അപ്പം ക്ഷേത്രം അവിടെ ഉണ്ടായി. ആ ക്ഷേത്രം നിന്ന സ്ഥലത്ത് തന്നെ ക്ഷേത്രം പണിയുകയും പള്ളിക്ക് വേണ്ടി പ്രത്യേകം സ്ഥലം കൊടുക്കുകയും ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാലും ചില ആൾക്കാർ ഇപ്പോഴും വാശി പിടിക്കുന്നു. എന്തിനാണെന്നറിയത്തില്ല. കാരണം ഇസ്ലാം വിശ്വാസപ്രകാരം നമ്മൾ നോക്കിയാലും ബാബറിന് വേണ്ടി ഒരു പള്ളിയുടെ ആവശ്യം ഇസ്ലാം വിശ്വാസപ്രകാരം ഇല്ല. കാരണം അവർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു, രൂപദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അതിലുപരി ദൈവം അല്ലാഹു അല്ലാതെ മറ്റൊരു ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല. അപ്പം ബാബറിന് വേണ്ടി ഒരു പള്ളിയുടെ ആവശ്യം ഇസ്ലാം മതവിശ്വാസികൾക്ക് ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. എന്നിരുന്നാലും ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി പല രാഷ്ട്രീയം വിറ്റ് ജീവിക്കുന്നവർ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ വീണുപോകുന്നു, അല്ലെങ്കിൽ ചില ഹിന്ദു സഹോദരങ്ങൾ വീണുപോകുന്നു എന്നുള്ളതാണ് വാസ്തവം. ചരിത്രം മനസ്സിലാക്കിയാൽ ചിലപ്പോൾ നമുക്ക് പല തെറ്റിദ്ധാരണകളും മാറ്റാൻ പറ്റും. നല്ലൊരു ഭാവി തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. സൂര്യവംശം, ഈ പറയുന്ന ഇവരുടെ ശബദം, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ന്യൂസിൽ അവൈലബിൾ ആണ്. പക്ഷേ മലയാളം ന്യൂസിൽ അവൈലബിൾ ആണോ എന്നറിയത്തില്ല. പക്ഷേ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ വാർത്തകൾ, പ്രധാനപ്പെട്ട ചാനലുകൾ തന്നെ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാം. ഞാനും ഒരു ന്യൂസിൽ നിന്ന് തന്നെയാണ് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. നന്ദി, നമസ്കാരം.